മജ്ലിസ് ചാരിറ്റബിൾ ട്രസ്റ്റ് സിൽവർ ജൂബിലി സെലിബ്രേഷൻസിൻ്റെ ഭാഗമായി അതിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി നമുക്കിന്നിവിടെ ഒരു അതിഥിയുണ്ട്. മജ്ലിസുമായി ഒരുപാട് വർഷങ്ങളായുള്ള വളരെ ആത്മാർത്ഥമായൊരു സൗഹൃദ ബന്ധം അദ്ദേഹത്തിനുണ്ട്. ഒരു മെഡിക്കൽ മേഖല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് മാതുര സേവന മേഖലയിൽ വലിയ രീതിയിലുള്ള തിരക്കുകളും അത്രയും അധികം ഉത്തരവാദിത്തത്തോടു കൂടി നിർവഹിക്കപ്പെടേണ്ട ഒരുപാട് ചുമതലകളുമുണ്ട്. അതെല്ലാം വളരെ ഭംഗിയായി കാലങ്ങളോളം നിർവഹിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായി മാറിയ അൽഷിഫ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ മുഹമ്മദ് കാസിം അവർകളെ ഞാൻ വേദിയിലേക്ക് സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുകയാണ്. മജ്ലിസിൻ്റെ 25-ാം വർഷത്തെ ഈ സന്തോഷകരമായൊരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിനായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലും സദസ്സിലുമുള്ള തൃശ്ശൂരിൻ്റെ അഭിമാനങ്ങളായ, തൃശ്ശൂരിൻ്റെ അല്ല കേരളത്തിൻ്റെയും അതിന് പുറത്തും പ്രശസ്തമായ ബിസിനസ് സംരംഭങ്ങളിലൂടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, ഒരുപക്ഷെ സദസ്സിനെ പോലെ തന്നെ വേദിയും വേദിയെ പോലെ തന്നെ സദസ്സുമെന്ന് പറയാം. അവർക്കെല്ലാവർക്കും ഒന്നുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം. ഒരു കീനോട്ട് അഡ്രസ്സിന് ഈ സമയത്ത് വലിയ പ്രസക്തിയില്ല, മഗ്‌രിബ് നമസ്കാരത്തിന് സമയമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസം, സാധാരണ വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറിലേക്ക് കയറുന്നതിന് മുമ്പ് പറയും, പാവങ്ങളുടെയും സാധുക്കളുടെയും ഹജ്ജിന് ഇക്വലൻ്റാണ് ജുമാ നമസ്കാരമെന്നും അതുപോലെ തന്നെ വിശ്വാസികളുടെ ഈദാണ് ജുമാ നമസ്കാരം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്ന് സത്യത്തിൽ മജ്ലിസിനെ സംബന്ധിച്ചിടത്തോളം ഈ വെള്ളിയാഴ്ച ഒരു വലിയ പെരുന്നാളാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ബ്രാൻഡുകളുടെ ഓണർമാരായ വ്യക്തിത്വങ്ങളെ ഇവിടെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് ഇവിടെ മജ്ലിസിന് ഒരു പുതിയ രൂപവും ഭാവവും ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ സലീം സാഹിബിൻ്റെ ടീം നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. മജ്ലിസ് ഒരു വലിയ ശക്തിയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് 600-ലേറെ മെമ്പർമാരുള്ള, സാധാരണ മെമ്പർമാരല്ല, ഒരു ഗൾഫിലും ഈ നാട്ടിലും ഒരു വലിയ ഇതുപോലെയുള്ള ബ്രാൻഡുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യക്തിത്വങ്ങളുടെ കൂട്ടായ്മയാണ്. അതിനൊരു വലിയ ശക്തി നമ്മൾ കാണുന്നു. ആ ശക്തി മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെ ക്രോഡീകരിക്കണമെന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. നമ്മളൊരു 25 കൊല്ലം അല്ലെങ്കിൽ ഒരു 50 കൊല്ലം പിന്നാക്കം നോക്കിയാൽ, ഞാനൊരു 1968 ഞാൻ സെൻറ് തോമസ് കോളേജിലൂടെ പ്രീ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഏകദേശം 54 കൊല്ലം മുമ്പ്. അന്ന് ഞാൻ കോർപ്പറേഷന് മുമ്പിലുള്ള ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് കയറി സ്വദേശമായ എൻ്റെ ചിറക്കൽ ഗ്രാമത്തിലേക്ക് ബസ്സിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ആ കോർണറിൽ, പട്ടാള റോഡിൻ്റെ കോർണറിൽ ഒരു ചെറിയ കല്യാൺ ടെക്സ്റ്റൈൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ കല്യാൺ ടെക്സ്റ്റൈൽ എവിടെ എത്തി എന്നുള്ളത് നമ്മൾക്കറിയാം. അതായത് ദുബായിൽ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ റേഡിയോ ഓൺ ചെയ്താൽ കല്യാണിൻ്റെ പരസ്യമായിരിക്കും. കല്യാണം അല്ലെങ്കിൽ മലയാളിയുടെ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിൻ്റെ പരസ്യമായിരിക്കും ആ മലയാളം FM ചാനലിൽ കൂടെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എവിടെ എത്തി നമ്മൾ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ വേറൊരു ലൈനിൽ നമ്മൾ ചിന്തിച്ചാൽ, ഒരു 25 കൊല്ലം മുമ്പ് വരെ തൃശ്ശൂരിൻ്റെ സാമ്പത്തിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, ഹെൽത്ത് കെയർ രംഗത്ത് ഒക്കെ മുസ്ലിം കോൺട്രിബ്യൂഷൻ എത്രയോ ചെറുതായിരുന്നു. നേരെ മറിച്ച് ഇന്ന് ഒരു മുസ്ലിം ഒരു കോൺട്രിബ്യൂഷൻ ഈ തൃശ്ശൂരിൻ്റെ GDPക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഏത് മേഖലയ്ക്കും ഇന്ന് നിർണായ സ്വാധീനം നൽകാൻ ഗൾഫിൽ നിന്നുള്ള ആ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഈ മലയാളിയായ നമ്മളെല്ലാവരും നേടിയിട്ടുള്ള ആ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ മജ്ലിസിൻ്റെ പ്രസക്തി വരുന്നത് ആ ഒരു ശക്തിയെ എങ്ങനെ ഒരു ശാക്തീകരണമായി നമ്മുടെ രാജ്യത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതായിരിക്കണം ഒരുപക്ഷെ മജ്ലിസിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ. നമ്മളൊരു മൈനോറിറ്റി ഭാഗമായോ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമായോ പ്രവർത്തിക്കുന്നതിലുപരി ഈ ഒരു കമ്മ്യൂണിറ്റിയെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ലൊരു നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെ ഇതിനെ നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമാക്കി മാറ്റാം എന്നുള്ളതായിരിക്കണം നമ്മുടെ. തന്നെയാണ് ഇതിൻ്റെ
ഇതിൻ്റെ തുടക്കം മുതലുള്ള ഇതിൻ്റെ സാരഥികൾ ചിന്തിച്ചതും അതുതന്നെയാണ്. അപ്പോൾ ആ ഒരു ശാക്തീകരണത്തിൻ്റെ ഭാഗമായി മാറ്റാൻ തീർച്ചയായും മജ്ലിസിന് കഴിയും എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. ഒരു പഴയ ഗൾഫ് തലമുറയിൽ നിന്ന് ഒരു പുതിയ ജനറേഷൻ, വിദ്യാസമ്പന്നരായ, സാമ്പത്തികമായി കൂടുതൽ ശക്തിയുള്ള, രാഷ്ട്രീയമായി ബോധമുള്ള ഒരു ജനറേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് ഒരു മജ്ലിസ് എന്ന ഈ ഒരു ക്ലബിന് ഒരു വലിയ നെറ്റ്വർക്കിംഗ് സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നത്. ഈ ഒരു പുതിയ ടീം ഒരു വലിയ മാറ്റമാണ് മജ്ലിസിന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിലെ മജ്ലിസ് ശക്തരായ ചില നേതാക്കൾ വെച്ചുകൊണ്ട് ഒരു നല്ല തുടക്കം കുറിച്ചു. പക്ഷേ ഇടക്കാലത്ത് വെച്ച് അതൊന്ന് സ്ലോ ആയി. ഇപ്പോൾ നമ്മുടെ ബഹുമാനായ സലീമും ജബ്ബാറും പെൻകോ ബക്കറും അടങ്ങിയ ഈ പുതിയ കമ്മിറ്റി ഒരു വലിയ ഒരു മാറ്റത്തിനാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെ ഒരു റിനോവേഷൻ ഉണ്ടാക്കാനും ഈ കൺവെൻഷൻ സെൻറ്ററും ഈ ആയുർവേദിക് സെൻറ്ററും ക്ലബ് ഹൗസും ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ ഒരു വലിയ മാറ്റത്തിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയണം. പലപ്പോഴും ഇവിടെയുള്ള തൃശ്ശൂർ ടൗണിലുള്ള പല ക്ലബ്ബുകളിൽ നിന്ന് വിഭിന്നമായി മൂല്യബോധമുള്ള, സമയത്തെ ശരിക്കും ഉപയോഗിക്കുന്ന, നമ്മളുടെ മതമൂല്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു നല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ മജ്ലിസ് കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള അംഗങ്ങളോടും എനിക്കതിനെയാണ് പറയുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുവാൻ പോകുന്ന ഈ പ്രവർത്തനങ്ങളെ നമ്മൾ മുക്തകണ്ഠം പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുകയും അതിനുള്ള ശക്തിയൊക്കെ ഇവിടെയുള്ളവർക്കുണ്ട്. ഇവിടെ തന്നെ ഇരിക്കുന്ന നമ്മളുടെ ഈ വേദിയിലും സദസ്സിലുള്ള ആൾക്കാർ വിചാരിച്ചാൽ പോലും ഇതിലും എത്രയോ വലിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ കഴിയും. അതിനുള്ളൊരു ലീഡർഷിപ്പ് മാത്രമേ നമ്മൾ കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മജ്ലിസിൻ്റെ ലക്ഷ്യങ്ങൾ മറ്റൊന്ന്, മജ്ലിസ് ഈ നമ്മുടെ ഈ സമൂഹത്തിൽ തന്നെ ഒരു ഹാർമോണിയും പ്രോഗ്രസീവ് ഐഡിയാസും പോസിറ്റീവായിട്ടുള്ള ഐഡിയാസും കൊണ്ടുവരികയും നെഗറ്റീവായിട്ടുള്ള തീവ്രമായിട്ടുള്ള ഐഡിയാസിനെ ചെറുക്കുകയും ചെയ്തുകൊണ്ട് ഇതിനെ ശക്തീകരിക്കുക. അതുപോലെ തന്നെ ബിറ്റ്വീൻ ദ ഫെയ്ത്ത്, മറ്റു മതങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടത്തിയ സ്റ്റേജിൽ നടന്ന പോലെ തന്നെ മറ്റു മതങ്ങളിലുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരിൽ തമ്മിലുള്ള ഒരു നല്ലൊരു ഹാർമോണിയസ് അറ്റ്മോസ്ഫിയർ ഈ രാജ്യത്തിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അത് മജ്ലിസിന് വലിയൊരു ഇമേജ് ആയിരിക്കും. കേരളം ലെവലിൽ തന്നെ അത്തരം പല നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതൊരു കാലഘട്ടത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ ആവശ്യമാണ്. അപ്പം അതിനുവേണ്ടി കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് മജ്ലിസിൻ്റെ ശക്തി കൂടുന്നത്. അതിലുപരി ബിസിനസ് രംഗത്ത്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ രംഗത്ത് കണ്ടമാനം ഡോക്ടർമാരും വക്കീലന്മാരും അക്കൗണ്ട്സ് ഓഡിറ്റേഴ്സൊക്കെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മുന്നത്തിലധികമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നല്ലൊരു ഇൻഫർമേഷൻ സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ട് മറ്റുള്ളവരുമായി കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മജ്ലിസ് അതിൻ്റെ പാരമ്പര്യത്തിലേക്ക് എത്തുന്നത്. അതായിരിക്കണം മജ്ലിസിൻ്റെ ലക്ഷ്യം. തീർച്ചയായും അതിന് സാധിക്കും. നമ്മൾക്കെല്ലാവർക്കും അതിനെ മനസ്സിലാക്കുവാനും ഈ ഒരു ക്ലബിനെ ശാക്തീകരിക്കാനും ഇവരെടുക്കുന്ന ഈ ലീഡർഷിപ്പിൻ്റെ കൂടെ നിൽക്കുവാനും സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒന്നുകൂടി നന്ദി പറയുന്നു. നമ്മൾ മറ്റുള്ളവർക്കും സംസാരിക്കാനുള്ളത് കൊണ്ട് ഇപ്പോൾ ഒരു കീനോട്ട് അഡ്രസ്സിനോ അതിനോ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മുടെ എംപവർമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ ആർജിച്ച ശക്തി സാമ്പത്തിക രംഗത്തായാലും വിദ്യാഭ്യാസ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഷ്ട്രീയ രംഗത്തായാലും ഇപ്പോൾ നമ്മൾ ആർജിച്ച ശക്തി കുറച്ചുകൂടി കൊഹീസീവായി ഒരുമിച്ച് ചെയ്തുകൊണ്ട് ഒരു ശക്തിയായി മാറുവാൻ നമ്മൾക്ക് കഴിയട്ടെ എന്ന് ഒന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ സാരഥികൾ എനിക്ക് തന്നിട്ടുള്ള ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.